4 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സ്കൂൾ മസ്കത്തിലെ രക്ഷിതാക്കളുടെ ഓപ്പൺ ഫോറം നടന്നു. 100-ലേറെ രക്ഷിതാക്കൾ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തു. പഠനേതര വിഷയങ്ങൾ, സ്കൂൾ നിർവഹണവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളും ആശങ്കകളും രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരുടെ മുന്നിൽ ഉന്നയിച്ചു. ഇന്ത്യൻ സ്കൂൾ മസ്കത്തിലെ രക്ഷിതാക്കളുടെ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ 4 വർഷത്തിന് ശേഷം ആണ് ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലെ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ധാരാളം രക്ഷിതാക്കളുടെ തുടർച്ചയായിട്ടുള്ള സമ്മർദ്ദവും ആവശ്യവും പരിഗണിച്ചുകൊണ്ടാണ് മാനേജ്മെന്റും സ്കൂൾ ബോർഡും അതിന് തയ്യാറായത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. ഓപ്പൺ ഫോറത്തിൽ വളരെ വിപരീതമായ ഒരു കാലാവസ്ഥയുടെ ആയിരുന്നുവെങ്കിൽ പോലും കൂടി ധാരാളം രക്ഷിതാക്കൾ പങ്കെടുക്കുകയും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി സ്കൂൾ മാനേജ്മെന്റും സ്കൂൾ ബോർഡും അത് ശ്രവിക്കുകയും അതിന് കൃത്യമായ മറുപടികളും നൽകുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെന്ന് അല്ലെങ്കിൽ ആവശ്യങ്ങളെന്ന് നമുക്കറിയാം, ആവശ്യങ്ങളായിട്ട് ഉന്നയിച്ചതിൽ കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് മാതാപിതാക്കൾ മുന്നോട്ട് വെക്കുകയും അത് വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റും ബോർഡും സ്വീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമായിരുന്നു. പേരൻസിന്റെ ഇടയിൽ നിന്നും വന്ന ഒരു ചോദ്യം എന്ന രീതിയിൽ ഫീസ് വർദ്ധിപ്പിക്കുവാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ള ഒരു ചർച്ചയാണ് അവിടെ ഉയർന്നു വന്നത്. അതിന് SMCയുടെ അടുത്തു നിന്നും ബോർഡിൻ്റെ അടുത്തു നിന്നും കൃത്യമായ മറുപടി കിട്ടിയിട്ടുണ്ട്. രക്ഷിതാക്കൾക്കൊക്കെ വളരെ സന്തോഷകരമാകുന്ന ഒരു വാർത്തയാണത്. ഈ വരുന്ന അധ്യയന വർഷത്തിൽ യാതൊരു കാരണവശാലും ഫീസ് വർധന ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് ഇന്ന് നടന്ന ചർച്ചയിൽ നിന്നും ബോർഡിൻ്റെ ഭാഗത്തു നിന്നും SMCയുടെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത്. ഇത് രക്ഷിതാക്കൾ നടത്തിയ ഈ ബോർഡിനെതിരെയും ഈ ഓപ്പൺ ഫോറം വിളിക്കുവാൻ നടത്തിയ ശക്തമായ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അനുഭവിച്ച് കിട്ടിയ ഏറ്റവും ഗുണപരമായ ഒരു തീരുമാനമാണ് ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലെ പാരന്റ്സ് ഓപ്പൺ ഫോറം വന്നിട്ടുള്ള രക്ഷിതാക്കളുടെ ഒരു ആവശ്യമായിരുന്നു ഫീസ് വർധന അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫീസ് പോലെയുള്ള കാര്യങ്ങളിൽ അനുഭവപൂർവ്വമുള്ള ഒരു പരിഗണന എന്നുള്ളത്. അത് മാനേജ്മെന്റ് കേൾക്കുകയും അതിന് വളരെ രക്ഷിതാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത് ഒരു വളരെ നല്ല കാര്യമാണ്. ഓപ്പൺ ഫോറത്തിൽ ബോർഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ബൈലോ അമെൻമെൻറ്റ് നടത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കും എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, അത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവരും അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ബൈലോ ഭേദഗതി വരുത്തുന്ന കാര്യങ്ങൾ രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞ് രക്ഷിതാക്കളുടെ നമ്മുടെ കമ്മ്യൂണിറ്റി സ്കൂളിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കാത്ത തരത്തിലുള്ള അമെൻമെൻ്റ് ആയിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലെ രക്ഷിതാക്കൾ മാത്രം വോട്ടർമാരാകുന്ന സ്ഥിതിയെ മാറ്റേണ്ടതുണ്ട്. അത് എല്ലാ സ്കൂളുകളിലെയും രക്ഷിതാക്കൾ കൂടി ഈ പറയുന്ന ഇലക്ട്രൽ സംവിധാനത്തിൻ്റെ ഭാഗമാവുകയും രക്ഷിതാക്കളുടെ പ്രതിനിധികൾ ബോർഡിൽ കൂടുകയും വേണ്ടതുണ്ട്. ടോയ്ലറ്റ് സംവിധാനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ഒരു നിർദ്ദേശം പേരൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് വേണ്ടുന്ന രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യാനും ടോയ്ലറ്റ് സംവിധാനം വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റാനും ഉള്ള തീരുമാനം ഇന്നലത്തെ ഓപ്പൺ ഫോറത്തിലുണ്ടായിട്ടുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും രക്ഷിതാക്കൾക്ക് ഈ ഓപ്പൺ ഫോറം ഒരു വൻ വിജയമായി തന്നെ കാണാം.